ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മുടെ അമ്മൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സ്വന്തം തൊടിയാണ് ഗൈസ്, അതൊക്കെ സ്വന്തം തൊടിയാണ് ഗൈസ്. ഇത് എൻ്റെ സ്വന്തം അനിയനാണ് ഗൈസ്. ഇപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ പോണ്ട് റെഡിയാക്കാൻ പോവാണ് ഗൈസ്. വരും ഗൈസ്, പോവാ. അപ്പോൾ കൈക്കോട്ടൊക്കെ റെഡിയാണ് ഗൈസ്. അപ്പോൾ കുഴി വെട്ടുന്ന പണിയാണ് ഗൈസ്. കുഴി വെട്ടുന്ന പണിയാണ്. ഇതാണ് കുഴീൻ്റെ അളവ്. ഇപ്പോൾ കുഴി വെട്ടാൻ പോകണം ഗൈസ്. കുഴി വെട്ടാൻ പോകണം ഗൈസ്. ഇത് കുഴി തോണ്ടി ഗൈസ്, കുറച്ചേ ഉള്ളൂ. തോണ്ടുമ്പോൾ വെള്ളം വന്നു ഗൈസ്. ഗൈസ് കുഴി വെട്ടി ഗൈസ്. അപ്പോൾ സൈഡൊക്കെ ക്ലീൻ ആക്കും ഗൈസ്. സൈഡ് ക്ലീൻ ആക്കിയില്ലെങ്കിൽ മണ്ണൊക്കെ ഉള്ളിൽ പോകും ഗൈസ്. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. ഒക്കെ നമ്മൾക്ക് റിസ്ക് എടുത്ത് ചെയ്യണത് നമ്മുടെ അനിയനാണ് ഗൈസ്. പേര് എല്ലാവരും ചോദിക്കുന്നതിൻ്റെ പേരെന്നാണെന്ന്. ആ പേര് നിർമ്മലാണ് ഗൈസ്. ഗൈസ് അപ്പോൾ സൈഡൊക്കെ ക്ലീൻ ആക്കി ഗൈസ്. കുറച്ച് നടുവിൽ കുറച്ചും കൂടി താഴ്ത്താൻ പറഞ്ഞിട്ട് താഴ്ത്താണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് തോണ്ട കുറച്ച് നല്ല പാടാണ്. അത് കാരണം കുറച്ച് വെള്ളം ഒഴിക്കുക ഗൈസ്. വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് തോണ്ട ഗൈസ്. വെള്ളം ഒഴിച്ചാൽ ഈസി ആയിട്ട് വരും ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി ലെവലാക്കാൻ വേണ്ടി ഇപ്പോൾ തോണ്ടാണ് ഗൈസ്. അപ്പോൾ കൈക്കോട്ട് കൊണ്ട് ഉള്ളിൽ ക്ലിയർ ആക്കാൻ പറ്റില്ല ഗൈസ്. അത് കാരണം തേങ്ങൻ്റെ ഇതും കൊണ്ടാക്കണം ഗൈസ്. ചിരട്ടയും കൊണ്ടാക്കണം ഗൈസ്. ഉള്ളിൽ ഒരു ലെവലായി ഗൈസ്. എന്നിട്ട് ടാർപ്പായൊക്കെ വിരിച്ചിട്ട് മീനിടാൻ പോണ് ഗൈസ്. അപ്പോൾ വേരൊക്കെ ഉണ്ട് ഗൈസ്. വേരിന് നമ്മൾ പിടുങ്ങിയെടുക്കുക ഗൈസ്. നല്ല സ്ട്രോങ് ആണ് ഗൈസ് വേരൊക്കെ. എന്നെ പോലെ വീക്കല്ല. എടുക്കാൻ കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും നേരം വെള്ളം എടുത്തരുന്നത് നമ്മളുടെ സ്വന്തം വാവയാണ് ഗൈസ്. വാവയാണ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ലെവലാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ പൂശുക ഗൈസ്. പൂശിയ കുറച്ച് വെള്ളം വടിയാണ്ടിരിക്കും ഗൈസ്. അപ്പം മീനിടാൻ സ്ഥലം പറ്റുന്നില്ല ഗൈസ്. അത് കാരണം കുറച്ചും കൂടി വീതിയാക്കാണ് ഗൈസ്. ലെവലാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ് കൈക്കോട്ട്. തേങ്ങയും വെച്ച് എടുക്കുകയാണ് ഗൈസ്. തേങ്ങയുടെ ചട്ടിയും വെച്ച് സൈഡൊക്കെ എടുക്കുകയാണ് ഗൈസ്. ഫുള്ള് മണ്ണിൻ്റെ പൊടിയാണ് ഗൈസ്. എടുത്തും കൊണ്ട് വെള്ളം വെച്ചും കൊണ്ട് പൂശിയ കഴിഞ്ഞു ഗൈസ്. പോണ്ട് കഴിഞ്ഞു. അന്നുകൊണ്ട് ടാർപ്പായൊക്കെ വിരിച്ചും കൊണ്ട് പിശിട്ട പോണ്ട് റെഡി. കുറച്ചും കൂടി എടുക്കണം ഗൈസ്. ഒക്കെ എടുത്തു ഗൈസ്. അപ്പോൾ വെള്ളം ഒഴിച്ചും കൊണ്ട് ഷേപ്പാക്കാൻ പോകണം ഗൈസ്. പോണ്ട് റെഡിയായി ഗൈസ്. അപ്പോൾ പോണ്ടൊക്കെ നല്ല ക്ലിയറായി ഗൈസ്. അപ്പോൾ അരുമ്പാണ് ഗൈസ്. അത് കാരണം ചപ്പലൊക്കെ കൂട്ടിയിട്ട് പുകയിടാൻ പോകണം ഗൈസ്. അതുവരെയ്ക്ക് ഇത് പോണ്ട് ഉണങ്ങട്ടെ. ഇതാ ചപ്പലൊക്കെ ഇവിടെ ഉണ്ട്. ഈ ചപ്പലൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇതിടാൻ പോകണം ഗൈസ്. പുകയിടാൻ പോകണം ഗൈസ്. അപ്പോൾ ചൂല് മുറമൊക്കെ റെഡി ഗൈസ്. എടുക്കാൻ പോകണ്ടുള്ള ഇരുട്ടായി ഗൈസ്. ഇരുട്ടാവാൻ പോണ്. ഈ സമയത്തൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് വീഡിയോ കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോകാം. അപ്പോൾ ചപ്പലൊക്കെ കൂട്ടിയിട്ട് പുക ഇടണം. പെട്ടെന്ന് ഇട്ടാലാ പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ.
ഇതാണ് ഗൈസ് വീട്. ഇത് പിന്മറത്തെ ഭാഗമാണ്. അപ്പുറത്താണ് മുമ്മറം. ഇപ്പോൾ ചപ്പലൊക്കെ കൂട്ടി കുറച്ച് അവിടെ ചപ്പലൊക്കെ കൂട്ടി ഗൈസ്. ഫുള്ള് ഇരുട്ടാണ്ടുള്ള വീട് പോകണം. അപ്പോൾ ഇത്രയും ചെയ്യുന്നത് കാരണം കുറച്ച് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറൊക്കെ ഇടിയും ഗൈസ്. പ്ലീസ് ഇട്ടാൽ ഞങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നത് ആർക്കാണ്? നിങ്ങൾക്കല്ലേ. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് കിട്ടാൻ ഞങ്ങൾ കുറച്ച് ഉപകാരമാണ്. കുറച്ച് കത്തിക്കട്ടെ, കത്തട്ടെ കുറച്ച്. മൊത്തം പുകഞ്ഞു ഗൈസ്. പുക വന്നാലാണ് നമ്മൾക്ക് കൊതു കടിക്കാണ്ടിരിക്കുള്ളൂ. പുക ഇട്ടിട്ടും കൊതു വന്ന് കടിക്കുകയാണ് ഗൈസ്. പുക ഇരുന്നിട്ടും കൊതു വന്ന് കടിക്കുകയാണ് ഗൈസ്. അപ്പോൾ പോണ്ടൊക്കെ റെഡിയായി ഗൈസ്. ഇരുട്ടായത് കാരണം പാർട്ട് 2-ലിടാം ഗൈസ്. പാർട്ട് 2-ലിടാൻ പോണ്. പാർട്ട് 2 ആണെങ്കിൽ 2K ലൈക്ക് തന്നാലാണ് ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ. പാർട്ട് 2-ൽ ടാർപ്പായൊക്കെ ഇടാം ഗൈസ്. ടാറ്റാ ബൈ ഗൈസ്.